ഇന്നലെ മുതൽക്ക് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിലും കനത്ത മഴയാണല്ലോ. അതിലൊരു ജാഗ്രത പാലിച്ചു പോകേണ്ടതായിട്ടുണ്ട്. ആവശ്യമായ നടപടികൾ മുൻകരുതലായിട്ടുള്ളത് ആവശ്യമുണ്ടെങ്കിൽ അവയും സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. പലതരത്തിലുള്ള പ്രയാസങ്ങൾ ഇതിൻ്റെ ഭാഗമായി അനുഭവിക്കേണ്ടി വരുന്നവരുണ്ടാകും. അവർക്ക് സമാശ്വാസ നടപടികൾ സ്വീകരിക്കുന്നതിനും ഈ ഘട്ടത്തിൽ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. ഒരു പരിഗണന ഉണ്ടാവണമെന്നുള്ളതാണോ ഈ കാര്യത്തിൽ? തീർച്ചയായിട്ടും സർക്കാർ എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഒരു 60% ഈരാറ്റുപേട്ടയിലെ 60% മുകളിലുള്ള വ്യാപാരികളുടെ എല്ലാ വിധത്തിലുള്ള സ്വപ്നങ്ങളും തകർന്നടിഞ്ഞിരിക്കുകയാണ്. സർക്കാർ ഈ വ്യാപാരികളെ വേണ്ടവിധം പരിഗണിക്കേണ്ടത് അത്യാവശ്യമാണ്. കോട്ടയം ജില്ല കണ്ടതിൽ ഏറ്റവും വലിയ വെള്ളം എന്ന് വേണം പറയാൻ. അത്രയും ഭയങ്കരമായ അവസ്ഥയിലായിരുന്നു. ഒത്തിരി വീടുകൾ, അതുപോലെ കടകൾ, കോടിക്കണക്കിന് രൂപയുടെ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഈരാറ്റുപേട്ട വലിയൊരു ദുഃഖമാണ് ഇപ്പം ഇവിടെ സംഭവിച്ചിരിക്കുന്നത്. ഭരണങ്ങാനം പാലായിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ ഉള്ള 5 കിലോമീറ്റർ മാറിയുള്ള ഭരണങ്ങാനം, ഈരാറ്റുപേട്ട ആ പ്രദേശങ്ങളിലൊക്കെ 2018-ലും 2020-ലും വന്നേക്കുന്നതിനേക്കാളും വെള്ളമാണ് ഇന്ന് വെളുപ്പിന് വന്നിരുന്നത്. രൂക്ഷമായ മഴക്കെടുതി. കോട്ടയം, പത്തനംതിട്ട, ഇടുക്കി എന്നിവിടങ്ങളിൽ വലിയ കെടുതി. സംസ്ഥാനത്ത് ഒറ്റ ദിനം കൊണ്ട് പൊലിഞ്ഞത് ഒരു കുട്ടിയടക്കം 7 പേരാണ്. വളർത്തുമൃഗങ്ങൾ ചത്തൊടുങ്ങി, കൃഷിഭൂമിയും പാർപ്പിടങ്ങളും വെള്ളത്തിനടിയിലായി. മഴക്കാലം തുടങ്ങിയിട്ട് ഏറെയായെങ്കിലും പെട്ടെന്നൊരു പ്രളയസമാനമായ സാഹചര്യം എങ്ങനെ എത്തി? പക്ഷേ ദൈർഘ്യം കുറവായതുകൊണ്ട് മാത്രം വലിയ അപകടത്തിലേക്ക് പോയില്ല. അതായത് പ്രകൃതി കരിഞ്ഞില്ലായിരുന്നെങ്കിൽ പ്രശ്നം കൂടുതൽ ഗുരുതരമായേനെ എന്ന് സാരം. മുൻകാല പ്രതിപക്ഷം പറഞ്ഞതുപോലെ മനുഷ്യനിർമ്മിതി എന്നൊന്നും മനുഷ്യത്വമില്ലായ്മ നമ്മൾ പറയുന്നില്ല. പക്ഷേ മഴക്കാലം മുന്നിൽ കണ്ട് ഏർപ്പെടുത്തേണ്ട കരുതൽ പൂർണ്ണ അർത്ഥത്തിലുണ്ടായോ? അവയവം മാറ്റിവെക്കാനും നാടിൻ്റെ കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനുമുള്ള ഹെലികോപ്റ്റർ അമ്മായിയപ്പൻ്റെ രോഗവിവരം അറിയാൻ ഉപയോഗിച്ച ഉത്തരവാദിത്വമില്ലായ്മ ഇവിടെ ഉണ്ടായോ എന്ന് ചിലർ ശങ്കിക്കുന്നു. മുൻകരുതലിൽ പാളിയത് എവിടെയൊക്കെ? നമുക്കൊന്ന് ചർച്ച ചെയ്യാം. ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: ഡോക്ടർ ബി ചക്രപാണി, കാലാവസ്ഥാ വിദഗ്ധൻ; എം ജയചന്ദ്രൻ, മാധ്യമപ്രവർത്തകൻ; രതീഷ് ചക്രപാണി, സാമൂഹ്യ നിരീക്ഷകൻ; രാജേന്ദ്രൻ പന്തളം, വലതു നിരീക്ഷകൻ. ഡോക്ടർ ബി ചക്രപാണിയിലേക്ക്. ഡോക്ടർ ബി ചക്രപാണി, പെട്ടെന്ന് ഇങ്ങനെ ഒരു മിന്നൽ പ്രളയ സ്വഭാവത്തിലെത്തുന്നു. ചില ജില്ലകളിൽ വലിയ രൂക്ഷമായ മഴക്കെടുതി ഉണ്ടാകുന്നു. ഇതുവരെയും മഴ വലിയ അർത്ഥത്തിൽ തുടർന്നുകൊണ്ടിരുന്നതാണ്. മഴക്കാലമാണ്. പക്ഷേ മഴ ഒന്ന് മാറി നിൽക്കുന്നു. പെട്ടെന്ന് അതിൻ്റെ ഒരു റീ എൻട്രി എന്ന് പറയുന്നത് ഇത്തരത്തിൽ ഗൗരവമായിട്ടുള്ളതാണ്. എങ്ങനെയാണ് ഇത് സംഭവിക്കുന്നത്? എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം ശാസ്ത്രീയമായി? ഇതിൻ്റെ ശാസ്ത്രീയമായിട്ട് പറയുകയാണെങ്കിൽ ആദ്യം 1-2 കാര്യങ്ങൾ വളരെ പ്രിലിമിനറി ആയിട്ട് എനിക്ക് പറയാനുണ്ട്. ഒന്ന്, ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ നമുക്ക് ഏവർക്കും അറിയുന്നത് മാതിരി ഒരു കാലവർഷ സീസണാണ്. എന്തുകൊണ്ടോ ഇത്തവണ മഴ ജൂണിന് മുമ്പേ അല്ലെങ്കിൽ മെയ് ലാസ്റ്റ് വീക്കിൽ തന്നെ വന്നെങ്കിൽ പോലും അത് വേണ്ട വിധത്തിൽ ശക്തി പ്രാപിക്കാത്തത് കാരണം ഇതുവരെ നമുക്ക് കാര്യമായിട്ടൊരു മഴക്കാലം ഫീൽ ചെയ്തു എന്ന് പറയാൻ നമുക്ക് പറ്റുകയില്ല. ഒരു ശരാശരി കണക്കെടുക്കുകയാണെങ്കിൽ കേരളം ഇന്നത്തെ മഴയുടെ കണക്ക് ഞാൻ കൂട്ടുന്നില്ല, അതുവരെ ഇന്നലെ വരെ നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 30% കുറവാണ് നമുക്ക് മഴ കിട്ടിയിരിക്കുന്നത്. ഈ 2 മാസം മൺസൂണിൻ്റെ കാലവർഷത്തിൻ്റെ 2 മാസം കഴിഞ്ഞ ഒരു സിറ്റുവേഷനിലുള്ള ഒരു കണക്കെടുപ്പാണ് ഈ പറയുന്നത്. എന്നാൽ ഇന്ത്യയുടെ മൊത്തം ഭാരതത്തിൻ്റെ നോക്കുകയാണെങ്കിൽ ഒരു 12%, 13% മഴ കുറവാണ്. എന്തായാലും കഴിഞ്ഞ കുറേ കാലത്തെ മൺസൂണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നമുക്ക് മഴ കുറവായിരുന്നു. അങ്ങനെ നിൽക്കുന്ന ഒരു സമയത്താണ് നമുക്ക് കഴിഞ്ഞ ഒരു 2-3 ദിവസം മുമ്പേ മൺസൂണിൻ്റെ ഞങ്ങളൊക്കെ ആക്റ്റീവ് ഫേസ് എന്ന് പറയും. കാലവർഷം വളരെ ആക്റ്റീവായിട്ടുള്ള എല്ലാ കണ്ടീഷൻസും നമുക്ക് ഫേവറബിളായിട്ട് വന്ന ആക്റ്റീവായിട്ടുള്ള ഒരു സിറ്റുവേഷൻസിലേക്ക് മൺസൂൺ മാറുകയും അതിനെ തുടർന്ന് നമുക്കിപ്പോൾ ഈ 2-3 ദിവസമായിട്ട് വളരെ കൂടുതൽ മഴ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് പലപ്പോഴും മാധ്യമങ്ങളിലൊക്കെ പറയുന്നു നമ്മളുടെ 2018-19 പ്രളയത്തിനോടൊക്കെ കമ്പയർ ചെയ്യുന്ന അത് വളരെ തെറ്റാണ്. നമുക്ക് നല്ല മഴ ലഭിച്ചിട്ടുണ്ട്, മൺസൂൺ വളരെ ആക്റ്റീവായിട്ട് വിഗറസായിട്ട് നിൽക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ
സാധാരണ മഴയെ മീറ്ററോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് കാലാവസ്ഥാ വിഭജന വകുപ്പ് പറയുന്ന പ്രകാരം അതിതീവ്ര മഴ അല്ലെങ്കിൽ വെരി ഇൻറ്റൻസ് ഹെവി റെയിൻഫോൾ എന്നൊക്കെ പറയുന്ന ആ കാറ്റഗറി ഒരു 20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്ററിൽ കൂടുതൽ വരുമ്പോഴാണ്. ഇപ്പോൾ ഇന്നലത്തെ മഴയുടെ ഒരു കണക്ക് നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒറ്റപ്പെട്ട ചില സ്ഥലങ്ങളിൽ നമുക്ക് 25 സെൻറ്റിമീറ്റർ മഴ കിട്ടിയത് പത്തനംതിട്ടയും ഇടുക്കിയുമാണ് അതിൽ കൂടുതൽ വരുന്നത്. എങ്കിൽ പോലും വളരെ വൈബ്രൻ്റായിട്ട് എല്ലാ ഡിസ്ട്രിക്റ്റുകളിലും നമുക്ക് ഒരു 20 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ 10 സെൻറ്റിമീറ്റർ ആ റേഞ്ചിൽ മഴ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ മേ ബി വേണമെങ്കിൽ നാളത്തെ ഒരു കണക്കും കൂടി എടുത്ത് നോക്കിയാൽ നമ്മുടെ -30% ഒക്കെ കുറഞ്ഞു വരും. പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു കാരണവശാലും ഇത് നമ്മളുടെ പഴയ പ്രളയത്തിനോട് കമ്പയർ ചെയ്യാൻ പറ്റില്ല. അന്നത്തെ കാലഘട്ടത്തിൽ മൺസൂൺ വളരെ ആക്റ്റീവായിട്ട് ത്രൂ ഔട്ട് നിൽക്കുകയും നമ്മുടെ ഡാമുകളും ബാക്കിയുള്ള പുഴകളും എല്ലാം ഓൾമോസ്റ്റ് ഫുള്ളായിട്ട് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമയത്താണ് എഗെയിൻ ഒരു ആക്ടിവിറ്റി മൺസൂണിൻ്റെ കൂടുതൽ വരികയും അങ്ങനെ ഇതെല്ലാം കൂടി ഒരു സൂപ്പർ ഇമ്പോസ് ചെയ്ത് വന്ന ഒരു സമയത്താണ് നമുക്ക് മഴ വളരെയധികം നാശനഷ്ടങ്ങളിലേക്കും അല്ലെങ്കിൽ പ്രളയം എന്ന് പറയുന്ന ഒരു ഇതിലേക്കും പോയത്. അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ഇന്ന് നിലനിൽക്കുന്നില്ല. ഈ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചന പ്രകാരം തന്നെ ഇന്നത്തോടുകൂടി അല്ലെങ്കിൽ ഇന്ന് നാളെ രാവിലത്തോടു കൂടി മഴ കുറേശ്ശൊക്കെ കുറയും. പക്ഷേ നമുക്കൊരു 4-5 ദിവസം കൂടി മഴ കിട്ടും എന്നുള്ള കാര്യത്തിലൊരു തർക്കവുമില്ല. അത് ഹെവി റെയിൻഫോൾ എന്നുള്ള കാറ്റഗറിയിലാണെങ്കിൽ പോലും ഒരു 5 സെൻറ്റിമീറ്റർ 6 സെൻറ്റിമീറ്റർ കൂടുതൽ മഴ നാളെ വ്യാപകമായിട്ട് കിട്ടാൻ സാധ്യതയില്ല. അത് കാരണം നമുക്കെല്ലാം ആശ്വസിക്കാനുള്ള വകയുണ്ട്. ഇന്ന് പെയ്ത മാതിരി ഇന്ന് രാത്രിയോടുകൂടി അത് അവസാനിക്കുകയും നാളെ കുറേശ്ശെ കുറഞ്ഞു വരികയും ചെയ്യാനാണ് സാധ്യത. ഇതിൽ മഴയ്ക്ക് ഉപരിയായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളുടെ കാലാവസ്ഥയുടെ മാറ്റത്തിന് ഒരു ചെറിയ പങ്കുണ്ടെങ്കിൽ പോലും ഞാൻ അതിനോട് കൂടുതൽ ഇതിനെ ഉപമിക്കുന്നില്ല. കാരണം അതിൽ വളരെ ആക്റ്റീവ് മൺസൂൺ എന്നുള്ളൊരു ഫേസാണ് എന്നുള്ളത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ആ ഫേസിൽ എപ്പോഴും നമുക്ക് ഈ 10 സെൻറ്റിമീറ്റർ 15 സെൻറ്റിമീറ്റർ 20 സെൻറ്റിമീറ്റർ വരെ മഴ പലപ്പോഴും കിട്ടാറുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഒരു പ്രശ്നം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വെള്ളക്കെട്ട്, നദികൾ കരകവിഞ്ഞൊഴുകുന്നു അല്ലെങ്കിൽ ഡാമുകൾ തുറക്കാറായ സിറ്റുവേഷനിൽ ഇന്നത്തെ കണക്ക് എനിക്കറിയില്ല എത്ര ഡാമുകൾ ഫുള്ളായിട്ടുണ്ടെന്ന് അല്ലെങ്കിൽ ഫുള്ളാകാൻ പോകുന്നു എന്നുള്ളത്. എങ്കിൽ പോലും പ്രളയത്തിൻ്റെ കാലാവസ്ഥ നമുക്കിവിടെ സംജാതമല്ല. നമ്മളുടെ ലാൻഡ് യൂസ് പാറ്റേൺ അല്ലെങ്കിൽ ഭൂമിയുടെ വിനിയോഗത്തിലുണ്ടായിട്ടുള്ള പാറ്റേൺ തന്നെയാണ്. ഇപ്പം നഗരപ്രദേശങ്ങളിലും ഒക്കെ പല സ്ഥലങ്ങളിലും ഈ വെള്ളം കയറുന്നത് മുഴുവൻ ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് ഇതിനെ ഒന്ന് ഒബ്സർവ് ചെയ്യുന്നുണ്ട്. ഈ പഴയ കരഭൂമി എന്ന് പറയുന്ന സ്ഥലങ്ങളിലൊന്നും സാധാരണഗതിയിൽ ഇത്രയും വലിയ മഴയ്ക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാറില്ല. ന്യൂ ജനറേഷൻ ആയിട്ടുള്ള ഫില്ല് ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് കെട്ടിടങ്ങൾ പണിയാൻ വേണ്ടി നമ്മൾ നികത്തിയെടുത്ത നെൽപ്പാടങ്ങൾ അല്ലെങ്കിൽ അങ്ങനത്തെ ചതുപ്പ് നിലങ്ങൾ ഇതൊക്കെ നമ്മൾ നികത്തി വീടും അല്ലെങ്കിൽ ബംഗ്ലാവുകളൊക്കെ വെക്കുമ്പോൾ വെള്ളത്തിന് ബേസിക്കലി ഒഴുകി പോകാൻ ഒരു ഇടം വേണം. അതില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇത് ആദ്യത്തെ അതിൻ്റെ കൾപ്രിറ്റ് ഇന്നത്തെ ഈ നമ്മൾ അനുഭവിക്കുന്ന ഇത് വിഷമത്തിൻ്റെ കൾപ്രിറ്റ് മൺസൂൺ ആണെന്ന് ഞാൻ പറയില്ല, കാലവർഷമാണെന്ന് പറയില്ല. കാലവർഷം അതിലേക്ക് ആഡ് ചെയ്തു എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല. പക്ഷേ നമ്മളുടെ ഭൂമിയുടെ ഉപയോഗത്തിലുണ്ടാകുന്ന ചേഞ്ച് തന്നെയാണ് വാസസ്ഥലങ്ങൾക്കായിട്ടും നമ്മൾ പണിയുന്നത്. ഒന്ന്. രണ്ടാമത് നമുക്കറിയുന്ന മാതിരി കേരളത്തിലെ തീരദേശം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തവണ തീരദേശത്തും അല്ലെങ്കിൽ മലമ്പ്രദേശത്തും എല്ലാം നമുക്ക് നല്ല മഴ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു 10 ഡിഗ്രിയിൽ കൂടുതൽ ചെരിവുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ ഒരു 10 സെൻറ്റിമീറ്ററിൽ അടുപ്പിച്ച് മഴ പെയ്താൽ ആ ഭൂമി വളരെ വളരെ എന്താ പറയുക സസെപ്റ്റീവായിരിക്കും എന്തിനാ ലാൻഡ് സ്ലൈഡ്സിനോ അല്ലെങ്കിൽ മണ്ണിടിപ്പിനൊക്കെ. അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നിൽക്കുകയാണ്. അവിടെ പോലും നമ്മൾ കൺവെൻഷനലായിട്ടുള്ള നമ്മുടെ കാടുകളൊക്കെ വെട്ടി തെളിയിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, നമ്മൾ കൃഷിഭൂമിയിടങ്ങളാക്കി മാറ്റുന്നു, പാർപ്പിടങ്ങളാക്കി മാറ്റുന്നു. അപ്പോൾ സോയിൽ വളരെ വളരെ ലൂസാണ്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ പെട്ടെന്ന് അത് ഒരു മണ്ണിടിച്ചിലേക്കൊക്കെ പോകാനുള്ള സാധ്യതയും നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. രണ്ടാമത്തെ ഒരു കാര്യം. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാലാവസ്ഥാ വകുപ്പിൻ്റെ പ്രവചന പ്രകാരം ഒരു 20 സെൻറ്റിമീറ്റർ 25 സെൻറ്റിമീറ്റർ അതിതീവ്ര മഴയൊക്കെ നമ്മൾ പറയുമ്പോൾ പോലും അതിനേക്കാട്ടും അപകടകാരികളായിട്ടുള്ള മഴ എന്ന് പറഞ്ഞാൽ അപകടകാരിയായ മഴ അതല്ല. ഒരു മണിക്കൂറിൽ ചിലപ്പോൾ നമുക്ക് 10 സെൻറ്റിമീറ്റർ നമ്മൾ ക്ലൗഡ് ബേഴ്സ്റ്റ് അല്ലെങ്കിൽ മേഘവിസ്ഫോടനം എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഒരു മണിക്കൂറിൽ 10 സെൻറ്റിമീറ്റർ അല്ലെങ്കിൽ അതിൽ താഴെ 5 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ ഒക്കെ പെയ്യുന്ന അതിതീവ്ര മഴ ആ ഡ്യൂറേഷൻ വളരെ കുറവാകുന്നതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അപകടകരമായിട്ട് സംഭവിക്കാൻ പോകുന്നത്. ഈ ലാൻഡ് സ്ലൈഡ്സും അല്ലെങ്കിൽ ഇങ്ങനത്തെയൊക്കെ ഉണ്ടാകുന്നതിൻ്റെ മെയിൻ കാരണം. ഇന്നത്തെ ഈ മഴയുടെ ഡേറ്റ എൻ്റെ കയ്യിലില്ല, അത് കാരണം എനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ ഞാൻ തൃശ്ശൂരാണ് ഇപ്പോൾ ഇരിക്കുന്നത്. തൃശ്ശൂരിൽ നിന്ന് മഴ കാണുമ്പോൾ പലപ്പോഴും ഒരു 24 അവേഴ്സ് മഴയല്ല ഇവിടെ നമുക്ക് കാണുന്നത്. കുറച്ച് നേരം അതിതീവ്രമായിട്ടുള്ള മഴ പെയ്യും, അത് കഴിഞ്ഞാൽ കുറച്ച് നേരം മഴയൊന്നുമില്ല. ഇങ്ങനത്തെ ഒരു മഴയാണ് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അപ്പോൾ ചിലപ്പോൾ ഈ ക്ലൗഡ് ബേസ്റ്റ് ഒന്നും ഇല്ലെങ്കിൽ പോലും ഏകദേശം ഞാൻ ഈ പറഞ്ഞ മാതിരി അതിതീവ്രമായ ഇത് നമ്മളുടെ കൂടുതൽ രൂക്ഷമാക്കുകയാണ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ ഒരു കാര്യം പറഞ്ഞ് തൽക്കാലം അവസാനിപ്പിക്കാം. ഞാൻ തിരിച്ചെത്താം ശ്രീ ചക്രവാണി. ഡോക്ടർ ശ്രീ എം ജയചന്ദ്രൻ, നോക്കൂ, ഇവിടെ വിദഗ്ധനായ ബി ചക്രവാണി പറയുന്നു ഇത് പലരും പ്രളയ സമാനമാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലായിരുന്നു മഴ. ഈ കുറഞ്ഞ സമയത്ത്
കൂടുതൽ നേരം കൊണ്ട് പെയ്യേണ്ട സമയം മഴ കുറഞ്ഞ സമയത്ത് പെയ്യുന്നതാണ് ഈ പ്രളയ സമാനമായൊരു സാഹചര്യം. പക്ഷേ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഈ 2018 പ്രളയത്തിൻ്റെയോ അതിൻ്റെ അടുത്ത് വരുന്നതോ ആയ ഒന്നും തന്നെ ഇപ്പോൾ സംഭവിച്ചിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ ഒരു ദുരിതമുണ്ടായതെന്നുള്ളതാണ്. ഒരു പക്ഷേ നമ്മൾ ലോക അടിസ്ഥാനത്തിൽ തന്നെ വരുന്ന ആസൂത്രണങ്ങളുടെ മനുഷ്യൻ്റെ പിഴവുകൾ കൊണ്ട് സംഭവിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട്. പക്ഷേ ഇവിടുത്തെ കാര്യം നാം പരിശോധിച്ചാൽ ഇത്തരത്തിൽ വെള്ളക്കെട്ടുകൾ ഉണ്ടാകുമ്പോൾ അവിടെ നിന്ന് ജനങ്ങളെ ഒഴിപ്പിക്കാനും മറ്റ് ക്രമീകരണങ്ങൾക്കുമുള്ള ഏർപ്പാടുകൾ മുൻകരുതലായി എടുക്കുന്നതിൽ പരാജയം പറ്റിയോ? നേരത്തെ പറഞ്ഞതുപോലെ വെള്ളം ഒഴുകിപ്പോകുന്നതിന് ഓടകളടക്കം നമ്മൾ ഡ്രെയിനേജ് സിസ്റ്റം അടക്കം എല്ലാം വളരെ സ്മാർട്ടായിരിക്കണം. അതിനാണ് നാം മഴക്കാലപൂർവ്വ ശുചീകരണങ്ങളിൽ ഫോക്കസ് ചെയ്യുന്നത്. അത് രോഗനിർമ്മാർജ്ജനത്തിന് മാത്രമല്ല. അത്തരത്തിൽ ഒരു മുന്നൊരുക്കം ഇപ്പോൾ മഴ തുടങ്ങിയിട്ടെങ്കിലും അതിൻ്റെ ശക്തി വ്യാപിക്കുന്നതിന് മുമ്പ് ചെയ്തിട്ടുണ്ടോ? ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലേക്കുമാണ് ഇതിൻ്റെ വിഷൻ പോകുന്നത്, ഇതിൻ്റെ വിമർശനങ്ങൾ പോകുന്നത്. അതെ ജിംഷാദെ, ഇതിൻ്റെ വിമർശനങ്ങൾ, സ്വാഭാവികമായ വിമർശനങ്ങൾ ഇത്ര ഒരു കാര്യത്തിൽ പെട്ടെന്നുണ്ടാകുന്നൊരു മഴയിലുണ്ടാവും. പക്ഷേ ഡോക്ടർ ചക്രപാണി ഇവിടെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളിൽ പലതിനോടും യോജിക്കാമെങ്കിലും ചില കാര്യങ്ങളോട് ഖേദപൂർവ്വം ഞാൻ വിയോജിക്കുകയാണ് ഇവിടെ. കാരണം ഇന്നലെ സാധാരണഗതിയിൽ മനസ്സിലാക്കപ്പെടുന്നത് ഒരു 24 മണിക്കൂറിനകത്ത് 205 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്താൽ അത് അതിതീവ്ര മഴയുടെ ഒരു സാഹചര്യമായിട്ടാണ് പൊതുവിൽ മനസ്സിലാക്കപ്പെടുന്നതാണ് ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം. ഇന്നലെ ഇവിടെ റാന്നിയിൽ മാത്രം 311 മില്ലിമീറ്റർ മഴയാണ് പെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ. 205 അവിടെ നിൽക്കുന്നു, 311 അവിടെ നിൽക്കുന്നു. അതാണുണ്ടായ സാഹചര്യം. പിന്നെ അത് വയനാട്ടിലാവട്ടെ 225 മില്ലിമീറ്ററായി. ഇത്രയും തീവ്രതയില്ലെന്നുള്ളതേ ഉള്ളൂ. അവിടെയും അതേ തീവ്രതയ്ക്ക് കുറവില്ല, ഏറ്റക്കുറച്ചിലുണ്ടാവാം എന്നുള്ളതേ ഉള്ളൂ. അത് സംഭവിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് സാധാരണഗതിയിലും സ്വാഭാവികമായും സംഭവിക്കേണ്ടത് ഇത്തരം കാര്യങ്ങൾ ഏത് സമയത്തും വരാം. ഇപ്പോൾ എൽനിനോ പ്രതിഭാസം കാരണം നമുക്ക് വേണ്ടത്ര മഴ ലഭിച്ചില്ല എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പോൾ മഴ അവിചാരിതമായിട്ടുണ്ടാകുന്നു എന്നുള്ള നിലകൂടെ വരുന്നതായും പറയേണ്ടി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇതെല്ലാം മുൻകൂട്ടി കാണണം. അപ്പോൾ ലോങ് ടൈം ഷോർട്ട് ടൈം റിലീഫ്സ് എന്തൊക്കെയാണ് നൽകാൻ കഴിയുക എന്നുള്ളത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഗവൺമെൻറ് ചെയ്തിട്ടുള്ളത് എന്താണിപ്പോൾ, ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് തദ്ദേശ സ്ഥാപനങ്ങൾക്ക് 20 ലക്ഷം രൂപ വീതം ഇൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. അത്തരത്തിലുള്ള എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ തരണം ചെയ്യാനായി കൊടുത്തിട്ടുണ്ട്. അത് റവന്യൂ വകുപ്പിന് കീഴിലാണോ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് വകുപ്പുള്ളത്, ആ സംവിധാനമുള്ളത്. അവരങ്ങനെ തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഈ തുക കൊടുത്തിട്ടുള്ളതായിട്ട് അറിയാം. അതിനപ്പുറത്തേക്ക് ഇപ്പോൾ കൈരളിയിൽ തന്നെ കാണിച്ചല്ലോ പാലായിലെ പ്രശ്നം, ഈരാറ്റുപേട്ടയിലെ പ്രശ്നം. ഇതൊക്കെ അതിരൂക്ഷമായ പ്രശ്നങ്ങൾ ഒരു മഴ കൊണ്ടുണ്ടാവുകയാണ്. നേരം വെളുപ്പാങ്കാലം മുതൽ തുടങ്ങിയ മഴ ഉച്ചയ്ക്ക് മുമ്പ് തന്നെ ഇത്തരത്തിൽ അതിരൂക്ഷമായ കെടുതികൾ ഉണ്ടാക്കുകയാണ്. ഇതുവരെ ഇല്ലാത്ത, പ്രളയകാലത്ത് പോലും ഉണ്ടാവാത്ത ദുരിതമാണ് ഈരാറ്റുപേട്ടയിൽ സംഭവിച്ചതെന്ന് ശ്രീ VN വാസവൻ ചാനലുകളിലൂടെ പറയുന്നത് നമ്മൾ കുറച്ചു മുമ്പ് കേട്ടതാണ്. അപ്പോൾ അത്തരത്തിൽ പല ഭാഗത്ത്, ഇപ്പോൾ തിരുവനന്തപുരത്താണെങ്കിലും മുതലപ്പുഴയിൽ മത്സ്യത്തൊഴിലാളികളെ കാണാതാവുന്നു. ഇതിനിടയ്ക്ക് ഇതിൻ്റെ ദുരിതത്തിൽപ്പെട്ട് 5 പേർ മരിക്കുന്നു. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഷോർട്ട് ടൈം ലോങ് ടൈം എന്താണ്, 2 തരത്തിലുള്ള സ്ട്രാറ്റജി എന്താണ്, അതിനെക്കുറിച്ച് മുഖ്യമന്ത്രിയോട് ചോദിക്കുമ്പോൾ എന്താണ് മറുപടി? അതൊക്കെ എൻ്റെ ഓഫീസിൽ നിന്ന് റിലീസ് തരും നിങ്ങൾക്ക്. വാസ്തവത്തിൽ അത് കേൾക്കുമ്പോൾ എന്താണ് കേൾക്കുന്നവർക്ക് മനസ്സിലുണ്ടാവുന്നത്? ഇങ്ങനെയാണോ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് എന്ന് ആലോചിച്ച് പോകുന്നത് 2018 സാഹചര്യം നമ്മുടെ മനസ്സിലുള്ളതുകൊണ്ടാണ്. മുഖ്യമന്ത്രി തന്നെ മുന്നിലിരുന്ന് അന്ന് വിശദീകരിക്കുകയാണ്. അന്നത്തെ ഇപ്പോൾ ഇന്നൊരു പ്രശ്നം ഉണ്ടാകുന്നു, ആ പ്രശ്നത്തെ മൊത്തം അനലൈസ് ചെയ്ത് മുഖ്യമന്ത്രി വരുന്ന 1 മണിക്കൂർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ നിന്ന് ഒരു അതെ ആ ധൈര്യവും പ്രത്യാശയും അതിലൂടെ ഏതാണ്ട് നിരന്തരം മനുഷ്യരിലേക്ക് ഇങ്ങനെ പ്രവഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അത്തരത്തിൽ ഒരു സമീപനം ഭരണാധികാരികളിൽ നിന്ന്, മുഖ്യമന്ത്രിയിൽ നിന്ന് മാത്രമല്ല ഭരണാധികാരികളിൽ നിന്ന് മൊത്തം ജനങ്ങൾ പ്രതീക്ഷിക്കുക എന്നുള്ളത്, അവർക്ക് മറ്റ് പ്രതീക്ഷകളല്ലല്ലോ ഉള്ളത്. ഭരണാധികാരി അങ്ങനെ ചെയ്യണമെന്നല്ല പ്രതീക്ഷിക്കേണ്ടത്. അപ്പോഴാണ് ഒരു മുഖ്യമന്ത്രി പറയുന്നത് ഒന്നും പറയാനില്ല, എൻ്റെ ഓഫീസിൽ നിങ്ങൾക്ക് റിലീസ് തരുമെന്ന് പറയുന്നത്. അതെന്ത് തരം ഭരണമാണ് സർ?
മുഖ്യമന്ത്രിയോട് എൻ്റെ പിന്നെ ഒരു റിക്വസ്റ്റാണ്, ഒരു അഭ്യർത്ഥനയാണ്. എന്ത് തരം താല്പര്യമാണ് സർ അങ്ങയെ കൊണ്ട് അങ്ങനെ പറയിപ്പിച്ചതെന്ന് മനസ്സിലാവുന്നില്ല. ജനങ്ങളെ അങ്ങനെ പാനിക്കാക്കരുത്. സ്വാഭാവികമായി ഇത്തരം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും, പാനിക്കാവും. എന്നാലും ഇങ്ങനെ ഒരു ഭരണാധികാരി ആക്കരുത്. അതൊരു പ്രശ്നം. മറ്റൊന്ന്, ഡോക്ടർ പറഞ്ഞതുപോലെ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ച ഒരു പ്രശ്നമുണ്ട്, ഭൂമിയിലേക്ക് വെള്ളം താഴാൻ മാർഗ്ഗമില്ല. അത് വളരെ ശരിയാണ്. നമ്മൾ കഴിഞ്ഞ പ്രളയകാലത്ത് ഇതേ പ്രശ്നം ചർച്ച ചെയ്തതാണ്. അന്ന് ചർച്ച ചെയ്ത പ്രധാനപ്പെട്ട പ്രശ്നമെന്ന് പറഞ്ഞാൽ ഈ വീടകങ്ങളിൽ നമ്മുടെ മുറ്റമെല്ലാം ടൈൽസ് ഇട്ട് വൃത്തിയാക്കി നമ്മൾ സൂക്ഷിക്കുകയാണല്ലോ കഴിയുന്നതും. പിന്നെ നേരത്തെ നഗരപ്രദേശങ്ങളായിരുന്നെങ്കിൽ ഇപ്പോൾ നഗരഗ്രാമ വ്യത്യാസമില്ലാതെ എല്ലാ വീടുകളും മുറ്റം മുഴുവൻ ടൈലിട്ട് വൃത്തിയാക്കി സൂക്ഷിക്കുകയാണ്. ഫലം എന്താണ്? ഈ മഴവെള്ളം പെയ്തു വന്നാൽ താഴേക്ക് താഴാൻ മുറ്റത്ത് പോലും മാർഗ്ഗമില്ല. ഇത് സ്വന്തം നമ്മുടെയൊക്കെ വീട്ടുമുറ്റത്ത്, പലരുടെയും വീട്ടുമുറ്റത്ത് സംഭവിക്കുന്നൊരു കാര്യമാണ്. അതിന് പോലും പരിഹാരം ഈ കഴിഞ്ഞ 8 വർഷം മുമ്പ് ഉണ്ടായിട്ട് നമ്മൾ അന്നു മുതൽ പറഞ്ഞിട്ടും ഇപ്പോഴും അതിന് മാറ്റമില്ലാതെ തുടരുകയാണ്. ഇത് എങ്ങോട്ടാണ്? ബഹിരകരണങ്ങളിലേക്കാണോ പതിക്കുന്നത്? ഇത്തരത്തിലുള്ള തിരിച്ചറിവുകളെന്ന് പലവട്ടം നമ്മളൊക്കെ ചർച്ച ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. പക്ഷേ ആൾക്കാർ അതല്ല ചെയ്യുന്നത്. അതിൽ തദ്ദേശ സ്ഥാപനങ്ങൾ ഒരുപാട് പങ്കുവഹിച്ചിട്ടുണ്ട്. ഈ ഒരു മനോഭാവം മാറ്റാൻ ചെയ്യുന്നില്ല, അടുക്കുന്നത് പാകുന്നത്. അങ്ങനെ പുതിയ ടൈൽസുകളൊക്കെ ഉണ്ട്, വെള്ളം താഴ്ന്നു പോകുന്ന തരത്തിലേക്ക്. എനിക്കറിഞ്ഞൂടാ. പക്ഷേ അതൊരു തെറ്റായ പ്രവണതയാണ് ജിംഷാദെ. ഈ ടൈല് പാകി മുറ്റത്ത് മറ്റൊരു രൂപമാക്കുന്നത്. അത് ഈ ഭംഗി മാത്രമല്ല, പ്രകൃതിയോടിണങ്ങി ജീവിക്കുക എന്നുള്ളത് സഹജമായൊരു രീതിയായി മാറണം എന്നുള്ളത് എത്രയോ കാലമായി എത്രയോ പേര് പറയുന്നതാണ്. അപ്പോൾ അതിനൊക്കെ അതിൻ്റേതായ ഒരു മൂല്യമുണ്ട് എന്നുള്ള ബോധ്യം ഉണ്ടാക്കി കൊടുക്കാൻ പല തദ്ദേശ സ്ഥാപനങ്ങളും ശ്രദ്ധിച്ചിട്ടുണ്ട്. പക്ഷെ അവിടെ വേണ്ടത്ര ഒരു പരിഗണന കിട്ടുന്നില്ല. അപ്പോഴാണ് ഞാൻ മറ്റ് പല പ്രദേശങ്ങളിൽ കൃഷി പ്രകൃതി വിരുദ്ധമല്ല. കർഷകൻ എന്നുള്ളത് തന്നെ ബ്രാൻഡഡാണ്. കർഷകനാകുന്നത് എങ്ങനെയാണ്? പ്രകൃതിയിൽ അവൻ ജീവിക്കുന്നതുകൊണ്ട് അവൻ കർഷകനാകുന്നത്. അത് പ്രകൃതി വിരുദ്ധമാണെന്ന് താങ്കൾ പറഞ്ഞാൽ ഞാൻ ഞടുങ്ങിപ്പോവുകയുള്ളൂ. മറ്റൊന്നും പറയാൻ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കണമെങ്കിൽ പ്രത്യേക തരത്തിലൊരു വിള രൂപപ്പെടുത്തുകയും അതവിടെ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അതിന്റെ വൈരുദ്ധ്യങ്ങളെ ആക്രമിക്കുന്ന പല തോട്ടുകളുണ്ട്. ഞാനൊരു വനവാസ ചിന്ത വേണ്ടി വരും. ഞാൻ പറഞ്ഞത്, ഞാൻ അങ്ങനെ എതിർത്ത് പറഞ്ഞതല്ല ജയചന്ദ്രൻ സാർ, എൻ്റെ ഒരു അഭിപ്രായം മുമ്പോട്ട് വെച്ചതേ ഉള്ളൂ. അത് ശരി. ഓക്കെ. ഓക്കെ, ഞാൻ തിരിച്ചെത്താം ജയചന്ദ്രൻ സാർ, ഞാൻ തിരിച്ചെത്താം. സമയം കുറച്ച് നമുക്ക് പോയതുകൊണ്ട്. ഓക്കെ, ശ്രീ രാജേന്ദ്രൻ പന്തളം, അതായത് ഇവിടെ ശ്രീ എം ജയചന്ദ്രൻ സൂചിപ്പിച്ചത് വളരെ അടിസ്ഥാനപരമായി വളരെ കരുത്തുള്ള ചില കാര്യങ്ങളാണ്. കാരണം മുൻകാലങ്ങളിൽ പ്രളയം ഉണ്ടായിട്ടുണ്ട്. പ്രകൃതിയുടെ പ്രളയത്തെ നമുക്ക് പിടിച്ചു നിർത്താനാകില്ല. പിന്നീട് ഈ ഓവർ പ്രകൃതിപക്ഷം പറയുന്നതിനെ നമുക്ക് ആധുനിക ലോകത്ത് അങ്ങനെ കണ്ട് അഡാപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിലുള്ള ഒരു മധ്യഭാഗത്തിലൂടെയാണ് നമുക്ക് പോകേണ്ടിയിരിക്കുന്നത്. അതാണ് വസ്തുത, അതാണ് യാഥാർത്ഥ്യം. എന്നിരിക്കെ പിന്നീട് ചെയ്യേണ്ടത് ഇതിൻ്റെ ആസൂത്രണങ്ങൾ, ഭരണാധികാരികളുടെ മികവും ഒക്കെയാണ്. 10 കൊല്ലം അത് നമ്മൾ കണ്ടതാണ്. ധൈര്യം പകരുകയായിരുന്നു ഓരോ വീടുകളിലും, കേരളത്തിൻ്റെ ഓരോ വീടുകളിലും. കേരളത്തിൻ്റെ മുഖ്യമന്ത്രി, മുൻ മുഖ്യമന്ത്രി, അന്ന് മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഓരോ വീടുകളിലും എത്തി ധൈര്യം പകരുകയായിരുന്നു. എന്താണ് ചെയ്യേണ്ടതെന്ന് മാർഗനിർദ്ദേശം ചെയ്യുകയായിരുന്നു. ഒപ്പം ഒരു ക്രൈസിസ് മാനേജ്മെൻറ്റ് കൃത്യമായി അത് നടത്തുകയും ചെയ്തു. അങ്ങനെ ആ പ്രളയത്തിൻ്റെ ആഘാതത്തെ പിടിച്ചു നിർത്തിയത് നമ്മൾ കണ്ടതാണ്. ഒരു ചെറിയ കാര്യം ഞാൻ താങ്കളോട് മുമ്പിലേക്ക് വെക്കുകയാണ്. ഇന്ന് ഇതിൻ്റെ കണക്കുകൾ ചോദിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത്, വി ഡി സതീശൻ എന്ന ഇപ്പോഴത്തെ മുഖ്യമന്ത്രി പറഞ്ഞത് ഓഫീസിൽ കൊടുത്തിട്ടുണ്ട്, വാങ്ങിച്ചോ എന്ന്. ഇങ്ങനെ പറയേണ്ട ഒരു നിരുത്തരവാദിത്വം, ഈ നിരുത്തരവാദിത്വത്തെ ഏതുമായിട്ടാണ് കൂട്ടിവെക്കേണ്ടത്? ഈ നാടിൻ്റെ അവസ്ഥയ്ക്കായി എടുത്ത ഹെലികോപ്റ്ററിനെ, നാടിൻ്റെ കാര്യങ്ങൾക്കായി എടുത്ത ഹെലികോപ്റ്ററിനെ, ആ ഹെലികോപ്റ്ററിനെ പിന്നീട് അവയവദാനങ്ങൾക്കടക്കം ഉപയോഗിക്കുന്ന നാം കണ്ടു. ഒരിടത്ത് പോലും സ്വകാര്യ കാര്യങ്ങൾക്കായി ഈ നാട് ഉപയോഗിച്ചിരുന്നില്ല. അന്ന് വാകീറുമാർ ഇതിനെ വിമർശിച്ചിരുന്നവർ, ധൂർത്തെന്ന് വിമർശിച്ചിരുന്നവർ, ഇപ്പോഴിതാ സ്വകാര്യ കാര്യങ്ങൾക്ക് അമ്മായിയപ്പനെ കാണാനായിട്ട് പോയിരിക്കുകയാണ് അതേ ഹെലികോപ്റ്ററിൽ. ഈ നിരുത്തരവാദിത്വങ്ങളെ കൂട്ടിവായിച്ചിട്ടാണ് ഈ ഘട്ടത്തിൽ നാം പറയുന്നത്. കേവലം കക്ഷി രാഷ്ട്രീയ അധിഷ്ഠിതമല്ല. രാജേന്ദ്രൻ പന്തളം, താങ്കളോട് യോജിക്കുകയാണ്. കാരണം ഐ കനോട്ട് ഡിഫെൻഡ് ദി ഇൻഡിഫെൻസിബിൾ എന്നുള്ളത്. അങ്ങനെ ഒരു പത്രക്കുറിപ്പ് കൊടുക്കുകയല്ല വേണ്ട. ഞാനൊരു ഉദാഹരണം കൂടി പറയാം. 2018 ജൂലൈ ഓഗസ്റ്റ് മാസത്തിലാണത്. കടുത്ത ഇതേമാതിരിയുള്ള പ്രളയം നടക്കുന്ന സമയത്ത് ഞാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിലായിരുന്നു.
ആ സമയത്ത് അദ്ദേഹം അത് കൈകാര്യം ചെയ്ത രീതി നേരിട്ട് കണ്ടതാണ്. കാരണം ദൂരദർശന് വേണ്ടി സ്വാതന്ത്ര്യദിന സന്ദേശം കൂടി എടുക്കാൻ പോയതാണ്. ആ തിരക്കിനിടയിലും അദ്ദേഹം ഞങ്ങൾക്ക് അത് തന്നു എന്ന് മാത്രമല്ല, ഉടൻ തന്നെ ഒരു പത്രസമ്മേളനം വിളിച്ചിട്ട് ഇതിന്റെ ഡാമേജസ് എന്താണെന്ന് പെട്ടെന്ന് തന്നെ വിളിച്ചു കൂട്ടിയ പത്രസമ്മേളനത്തിലൂടെ അദ്ദേഹം ജനങ്ങളെ അറിയിച്ചു, വളരെ ഉത്തരവാദിത്വത്തോടു കൂടി. അതിനുശേഷമാണ് അദ്ദേഹം പറഞ്ഞത് ഈ ചെളിയും ഡ്രെയിനേജും ഒക്കെ ഈ പ്രളയബാധിത പ്രദേശങ്ങളിൽ ബാധിച്ചിട്ട് ആളുകൾക്ക് അവിടെ കടക്കാൻ പറ്റാത്ത അവസ്ഥ. അപ്പോൾ അദ്ദേഹം കൂളായിട്ട് പറഞ്ഞത്, ഞങ്ങളെല്ലാം കൂടി അങ്ങോട്ട് ഇറങ്ങുകയല്ലേ, നമ്മളെല്ലാം കൂടി അങ്ങോട്ട്, ഞങ്ങളല്ല നമ്മളെല്ലാം കൂടി. അവിടെ വളരെ കരുത്തോടു കൂടിയ ഒരു മുഖ്യമന്ത്രിയെ നേരിടാൻ കരുത്തുള്ള ഒരു മുഖ്യമന്ത്രിയെ നമ്മൾ കാണുന്നു. അതുപോലെ തന്നെയാണ് കള്ളാടി ദുരന്തത്തിന്റെ സമയത്ത് അദ്ദേഹം പറഞ്ഞു, ഞങ്ങളുടെ സഹായം ഞങ്ങൾ തയ്യാറാണ്. പക്ഷേ മുഖ്യമന്ത്രി വി.ഡി. സതീശനിൽ നിന്ന് പോസിറ്റീവായ ഒരു റെസ്പോൺസ് ഞാൻ എന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. നിങ്ങൾ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയുകയുമില്ല. അപ്പൊ അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം. ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ നമ്മളൊരു ദുരന്തത്തിലെത്തുന്നു, അല്ലെങ്കിൽ ദുരന്തത്തിന്റെ വക്കിലെത്തുന്നു. ഇതിനെക്കുറിച്ചൊരു മുൻകരുതൽ മുഖ്യമന്ത്രിക്ക് വേണമായിരുന്നു, റവന്യൂ മന്ത്രിക്ക് വേണമായിരുന്നു, എൻറ്റയർ മന്ത്രിസഭയ്ക്കും വേണമായിരുന്നു. അല്ലാതെ ഇത് വന്നു കഴിഞ്ഞിട്ട് ഇപ്പൊ 6 പേര് മരിച്ചു കഴിഞ്ഞിട്ടല്ല കിടന്ന് വെപ്രാളം പിടിക്കേണ്ടത്. ഓഫ് കോഴ്സ് ഈ മരിച്ച 6 പേർക്കും അതിൽ 2 വയസ്സുള്ള കുട്ടിയുണ്ട്, 8 വയസ്സുള്ള കുട്ടിയുണ്ട്, ഒരു സ്ത്രീയുണ്ട്. അവരുടെ കുടുംബത്തിന്റെ ദുഃഖത്തോടൊപ്പം ഞാനും പങ്കുചേരുകയാണ്. അപ്പൊ ആൾറെഡി ഡാമേജ് ഈസ് ഡൺ. ഇപ്പൊ ഞാനിപ്പോ കോട്ടയത്ത് നിന്ന് ഇത് ആണ് പറയുന്നത്. കോട്ടയത്ത് ഇപ്പൊ മഴ ശമിച്ചിട്ടുണ്ട്. ഇങ്ങനെ ആയിരിക്കട്ടെ, ഏറ്റവും കടുത്ത മഴയും പ്രളയവും നേരിടുന്ന പത്തനംതിട്ടയിൽ വന്ന് ആശിക്കുകയാണ്. പിന്നെ ജയചന്ദ്രൻ സാർ ഒരു കാര്യം പറഞ്ഞു, ഈരാറ്റുപേട്ടയിലെ പ്രളയം ചരിത്രത്തിൽ ഇതുവരെ സംഭവിക്കാത്ത പ്രളയം. അതെങ്ങനെയാണ് ഉണ്ടായത്? ഈ മഴ കൂടുതൽ കൊണ്ടല്ല ഉണ്ടായത്. അത് വി.എൻ. വാസവൻ സാർ തന്നെ പറഞ്ഞല്ലോ. അവിടെ മാലിന്യങ്ങൾ കൂമ്പാരമായിട്ട് നിക്ഷേപിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ഞാൻ ശ്രദ്ധിച്ചിട്ടുള്ളതാണ്. മീനച്ചിലാറാണ് അതുവഴി ഒഴുകുന്നത്. ആ മീനച്ചിലാറ് മുഴുവൻ കരമാലിന്യം കൊണ്ട് മാലിന്യ കൂമ്പാരമാക്കി മാറ്റിയിരിക്കുകയാണ്. ഇതൊക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളല്ലേ? എല്ലാ ഗവൺമെന്റുകളും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ നമ്മുടെ ശ്രദ്ധ പോയിട്ടില്ല. എന്റെ വിനീതമായ അഭിപ്രായം, ദയവായി ജൂൺ മാസത്തിൽ തന്നെ, ജൂലൈ ഓഗസ്റ്റ് മാസത്തിൽ കാലാവസ്ഥാ പ്രവചനം എന്തും ആയിക്കോട്ടെ, എൽനിനോ എന്തും ആയിക്കോട്ടെ, നമ്മുടെ ഒരു കരുതൽ നടപടി ഉണ്ടാവണം. ഇതുപോലുള്ള കുട്ടികളും സ്ത്രീകളും മരിച്ച് നമുക്ക് നാണക്കേട് ഉണ്ടാകാതിരിക്കാൻ. ബ്രഹ്മപുത്ര അവിടെ കലിയിളകിയിട്ട് അസാമിൽ 187 മരിച്ചിട്ടുണ്ട്. പക്ഷെ കേരളം അങ്ങനെയല്ല, എല്ലാവർക്കും സുരക്ഷിതമായിട്ടുള്ള പ്രദേശമാണെന്നാണ് അവകാശപ്പെടുന്നത്. ഗുജറാത്തിൽ നിന്ന് കേരളത്തിലേക്കുള്ള ഒരു ന്യൂനമർദ്ദപ്പാത്തിയുടെ ഫലമായിട്ടാണ് ഈ മഴ ഉണ്ടാകുന്നത്. ഞാൻ ശ്രീ രാജേന്ദ്രൻ മന്ദളം തിരിച്ചെത്താം. ശ്രീ രാജേന്ദ്രൻ മന്ദളം, ശ്രീ രതീഷ് ചക്രപാണി നോക്കൂ, ഇവിടെ ഒന്ന് നാം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആസൂത്രണത്തിൻ്റെ വല്ലാത്തൊരു പിഴവ് ഇതിൽ കാണുന്നുണ്ട്. ഇത് ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഉത്തരവാദിത്വമില്ലാത്തതാണോ? ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഇതൊക്കെ ക്രൈസിസ് മാനേജ്മെൻറ്റ് ചെയ്തുള്ള പരിചയക്കുറവാണോ? അല്ലെങ്കിൽ ഈ ഒരു നാം പറയാറുള്ളത് പോലെ ഒരു പ്രൊഫഷണലിസം എല്ലാ കാര്യങ്ങളിലും വേണമല്ലോ, അതില്ലാത്തതാണോ എന്നൊന്നും അറിയില്ല. പക്ഷേ ഒരു ജനകീയമായ ഭരണകൂടത്തിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു പ്രളയം ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ അതിന് സമാനമായ ഒരു സാഹചര്യം ചെറുതായി രൂപപ്പെടുമ്പോൾ പ്രതികരിക്കേണ്ട രീതി ഇങ്ങനെയാണോ എന്നുള്ളതാണ്. എവിടെയാണ് പാളിച്ച, എവിടെയാണ് മുൻകരുതലിൽ വന്ന പിഴവ് അടക്കം താങ്കളുടെ നിരീക്ഷണത്തിൽ? ഏറ്റവും വലിയ പാളിച്ച എന്ന് പറയുന്നത് ഈ ഗവൺമെൻറ്റിന് പറ്റിയിട്ടുള്ള നിരവധി കാര്യങ്ങളാണ്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവരുടെ ജനങ്ങളോടുള്ള താല്പര്യത്തിൻ്റെയും നിലപാടിൻ്റെയും പ്രശ്നം കൂടിയാണ്. ഞാനിതിൽ ഇപ്പം ഏറ്റവും ആദ്യമേ ഡോക്ടർ ബി ചക്രപാണി പറഞ്ഞ കാര്യങ്ങളോട് ചിലതിനോട് എനിക്ക് വളരെ യോജിപ്പാണ്. അതിൽ ഞാൻ ചില കണക്കുകൾ കൂടി പറയാം. ഇപ്പോൾ പത്തനംതിട്ട ലാഹയിൽ ആണ് ഏറ്റവും കൂടുതൽ മഴയുണ്ടായിട്ടുള്ളത്. അത് 25 സെൻറ്റിമീറ്ററാണ്. തൊടുപുഴയിൽ കഴിഞ്ഞ 24 മണിക്കൂറിനകം 21 സെൻറ്റിമീറ്ററാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മിക്ക പ്രദേശങ്ങളിലും തന്നെ 2008 നേരത്തെ ഉണ്ടായിട്ടുള്ള പ്രളയം പോലെയുള്ള സമാനമായ രീതിയിൽ മഴ കിട്ടിയിട്ടില്ല എന്നുള്ളത് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷേ ഏറ്റവും അടിസ്ഥാനപരമായ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ കഴിഞ്ഞ തവണ നമ്മൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ കണ്ടതുപോലെ മാലിന്യ നീക്കമോ അതുപോലെ കാണകളിലൂടെ വെള്ളമൊഴുകി പോകാനുള്ള നമുക്ക് പരിമിതമായ സൗകര്യങ്ങളേ ഉള്ളൂ. ജയചന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ തന്നെ വീടുകളൊക്കെ ടൈലുകളിട്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ പോലും നമ്മുടെ നിലവിലുള്ള സംവിധാനങ്ങളെ തന്നെ ക്ലീനാക്കാനോ അതുവഴി വെള്ളം വളരെ കൂളായി ഒഴുകിപ്പോകാനുള്ള സാഹചര്യം ഒരുക്കുന്നതിൽ ഈ ഗവൺമെൻറ് ഒരു താല്പര്യവും കാണിച്ചിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി ഇത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അപകടത്തിൽപ്പെടുന്ന ആളുകളുടെ എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ ശ്രമിച്ചത് എന്നുള്ളത് കൂടി നമ്മളൊന്ന് കാണണ്ടേ. ഇപ്പോൾ മുതലപ്പുഴയിൽ
14 മണിക്കൂറുകൾ കഴിഞ്ഞിട്ടും അവിടെ രക്ഷാപ്രവർത്തനം തുടങ്ങിയിട്ടുണ്ടായില്ല. റാന്നിയിൽ രക്ഷാപ്രവർത്തനത്തിന് ആളില്ല എന്ന് പറഞ്ഞ് കരയുന്നത് നമ്മൾ കേട്ടു. ഇടുക്കിയിലും കോട്ടയത്തും പത്തനംതിട്ടയിലും ഉരുൾപൊട്ടലുണ്ടായി, അവിടെയും രക്ഷാപ്രവർത്തനം വൈകി എന്നുള്ളത് നമുക്കറിയാം. മഴ മുന്നറിയിപ്പ് കൊടുത്തിട്ട് കഴിഞ്ഞ തവണ ഇടുക്കി മുതൽ കോട്ടയം മുതൽ ആലപ്പുഴ മുതലുള്ള മലപ്പുറം, കോഴിക്കോട്, കണ്ണൂർ വരെയുള്ള 9 ജില്ലകളിൽ സ്കൂളുകൾക്ക് അവധി കൊടുത്തിരുന്നു. എന്ന് പറഞ്ഞാൽ തീവ്രമായ മഴയുണ്ടാകും എന്ന് നമുക്കറിയാമായിരുന്നു. പക്ഷേ അതിനുള്ള കരുതൽ നടപടികളോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നും തന്നെ ഗവൺമെൻറ് ചെയ്തില്ല. എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞ പോലെ ഒരു അലംഭാവമാണ് ഇതുകൊണ്ടുണ്ടായിട്ടുള്ളത്. ഞാൻ ഈ പ്രളയം വരുന്നതിന് തൊട്ട് മുമ്പത്തെ ദിവസങ്ങളിൽ കഴിഞ്ഞ 2-3 ദിവസം മുമ്പ് അജിം ഷാദെ ഞാൻ ഒരു റിപ്പോർട്ട് എടുത്ത്, ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് എന്ന് പറയുന്ന 18 സെപ്റ്റംബർ 2018 ഉണ്ടായിട്ടുള്ള ഒരു റിപ്പോർട്ട് എടുത്ത് ഞാൻ വായിച്ചു നോക്കി. ഞാൻ ഞെട്ടിപ്പോയി. കാരണം 444 പേജുള്ള റിപ്പോർട്ടിൽ എങ്ങനെയാണ് ഈ പറയുന്ന ഒരു ഡിസാസ്റ്റർ ഉണ്ടായതിന് ശേഷം ഇത് റീബിൽഡ് ചെയ്യേണ്ടത് എന്നുള്ളതിനെക്കുറിച്ച് ടോം ജോസ് ചീഫ് സെക്രട്ടറി ആയിക്കൊണ്ട് വളരെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ഇത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കണം. പിണറായി സർക്കാർ ഇവിടെ അധികാരത്തിലിരുന്നപ്പോൾ ഉണ്ടായിട്ടുള്ള പ്രളയം എന്താണ് എന്നുള്ളത് കൂടി പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ഓർക്കണം. ആ പ്രളയത്തിൽ അഫക്റ്റഡ് ആയത് 54 ലക്ഷത്തോളം ആളുകളാണ്. 342ഓളം വരുന്ന ലാൻഡ് സ്ലൈഡുകളാണ് 10 ജില്ലകളിലായിട്ടുണ്ടായിട്ടുള്ളത്. അതായത് 1924 ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ പ്രളയമായിരുന്നു അത്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യവും ഇപ്പം ഇല്ല എന്നുള്ളത് മാത്രമല്ല, നേരത്തെ പറഞ്ഞതുപോലെ വളരെ അലംഭാവത്തോടുകൂടി അവരുടെ പ്രയോറിറ്റികളിൽ ഈ ജനത്തിൻ്റെ ബുദ്ധിമുട്ടോ ജനത്തിൻ്റെ കാര്യങ്ങളോ ഇല്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു കാര്യം കൂടി നമുക്ക് പറയാതെ പോകാൻ കഴിയില്ല, ഇനി സമയം കിട്ടിയില്ലെങ്കിലോ എന്ന് വെച്ചിട്ടാണ്. 31 ഓഗസ്റ്റ് 2023 ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് എന്താണെന്ന് അറിയുമോ? മുഖ്യമന്ത്രിക്കായി ഹെലികോപ്റ്റർ ദൂർത്തിൻ്റെ അങ്ങേയറ്റം രൂക്ഷ വിമർശനവുമായി വി.ഡി. സതീശൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. ഞാനത് മുഴുവൻ വായിക്കുന്നില്ല. പക്ഷേ ആ ഹെലികോപ്റ്റർ കൊണ്ട് കഴിഞ്ഞ 10 കൊല്ലങ്ങളിൽ യഥാർത്ഥത്തിൽ നമ്മുടെ പത്രങ്ങൾക്കൊക്കെ അതിൽ മാധ്യമങ്ങൾക്കൊക്കെ വലിയ പങ്കുണ്ട്. കാരണം ഇപ്പോൾ ഹെലികോപ്റ്റർ എന്ന് പറഞ്ഞാൽ പോലീസിൻ്റെ ആയി. നേരത്തെ അത് പിണറായി വിജയൻ്റെ സ്വന്തമായിട്ടാണ് ആളുകൾ പ്രൊജക്റ്റ് ചെയ്തിരുന്നത്. ആ പ്രൊജക്റ്റ് ചെയ്തുകൊണ്ടിരുന്ന ഹെലികോപ്റ്ററിൽ 6 പേരുടെ ജീവൻ രക്ഷിച്ച ഹെലികോപ്റ്ററാണ്. അത് വ്യക്തിപരമായി ഒരിക്കൽ പോലും ഉപയോഗപ്പെട്ടില്ല. പക്ഷേ ആ ഹെലികോപ്റ്റർ ഈ പ്രളയം നടക്കുന്ന സമയത്ത് കഴിഞ്ഞ ദിവസം രാവിലെ ഗോൾഫ് കോഴ്സിൽ നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് പൊങ്ങി. എന്തിനു വേണ്ടിയെന്നറിയാമോ? എറണാകുളത്ത് കാരോത്തുകുഴി ഹോസ്പിറ്റലിൽ എത്താനാണ്. ന്യൂമോണിയ ബാധിച്ച് കിടക്കുന്ന അദ്ദേഹത്തിൻ്റെ ഭാര്യ പിതാവ് വേലായുധൻ കുട്ടിയെ സഞ്ചരിക്കാൻ വേണ്ടി എത്തുകയും പക്ഷേ ക്ലൈമറ്റ് അനുകൂലമല്ലാത്തതുകൊണ്ട് താഴെ ഇറക്കാൻ കഴിയാതെ തിരിച്ച് തിരുവനന്തപുരത്തേക്ക് പോവുകയും അതിനുശേഷം വീണ്ടും 2:15 വീണ്ടും കൃത്യമായി ആലുവയിലെത്തുകയും എന്നിട്ടൊരു കോൺവോയുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹത്തിൻ്റെ ഭാര്യാപിതാവിനെ സന്ദർശിക്കുന്നതോ കുടുംബസ്നേഹത്തിൻ്റെ പ്രതീകമായി ഹെലികോപ്റ്റർ മാറുന്നതിനോ ഒന്നും എനിക്കൊരു വിരോധവുമില്ല. പക്ഷേ പ്രധാനപ്പെട്ടൊരു കാര്യമെന്ന് പറയുന്നത് ഇത് മാധ്യമങ്ങൾക്ക് വാർത്ത പോലുമായിട്ടില്ല. പകരം ചില പത്രങ്ങൾ തൃശ്ശൂർ എഡീഷനിൽ ഒരൊറ്റക്കോളം ന്യൂസ് ആവുകയും ചിലരൊക്കെ വലിയ മുത്തശ്ശി പത്രങ്ങളൊക്കെ തന്നെ അത് വെബ്സൈറ്റിലെ ഒരു ചെറിയ കോളം വാർത്തയാകുകയും മാത്രം ചെയ്തു. എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഭരണാധികാരികളുടെ പ്രയോറിറ്റി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് എന്നുള്ള കാര്യത്തിലൊരു സംശയമില്ല. അതുകൊണ്ടാണ് ചോദ്യങ്ങൾക്ക് ഉത്തരം പോലും പറയാതെ അതൊക്കെ എൻ്റെ ഓഫീസിൽ നിന്ന് തന്നോളും, നിസ്സാരമായ കാര്യമാണെന്ന് പറഞ്ഞത്. ഇപ്പം എൻ്റെ സുഹൃത്ത് രാജേന്ദ്രൻ പന്തളം ഇവിടെ നിന്ന് പറഞ്ഞ പോലെ ഒരു പ്രതിസന്ധി ഉണ്ടായി, പ്രശ്നമുണ്ടായെങ്കിൽ കരുതലായ ഒരാൾ നമുക്കുണ്ടായിരുന്നു, നമ്മളങ്ങോട്ട് ഒന്നിച്ചിറങ്ങുകയില്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുണ്ടായിരുന്നു. അത്തരത്തിലുള്ള ഒരു ഭരണ നേതൃത്വമല്ല എന്നുള്ളത് ഈ സമയത്ത് പറയേണ്ടതല്ല, പക്ഷെ സങ്കടത്തോടുകൂടി നമ്മൾ ഓർക്കേണ്ടി വരികയാണ്. അതാണ് കാരണം നമ്മൾ ഒരുമിച്ചങ്ങ് ഇറങ്ങുകയല്ലേ എന്ന് പറയുമ്പോൾ എല്ലാവരും മത്സ്യത്തൊഴിലാളികൾ, കടലിൻ്റെ മക്കൾ, കേരളത്തിൻ്റെ സൈന്യമായവർ മാറിയതും ഒക്കെ നമുക്ക് ഓർമ്മയുണ്ട്. അതൊക്കെ ആ മനുഷ്യൻ്റെ ഒറ്റ വാക്കിലായിരുന്നു. ക്രൈസിസ് മാനേജ്മെൻറ്റുകളിലൊക്കെ ഓരോ വീട്ടിലും അദ്ദേഹം എത്തി ധൈര്യം പകരുകയായിരുന്നു. ഇങ്ങനെയൊരു സാഹചര്യത്തിൽ നിന്നാണ് ഇതിലേക്ക് എത്തുമ്പോൾ വല്ലാത്തൊരു ഇനേർഷ്യ, വല്ലാത്തൊരു ആ മാറ്റത്തിൻ്റെ ആഘാതം അത് വല്ലാതെ കേരളത്തിന് ഫീൽ ചെയ്യുകയാണ്. ഡോക്ടർ ബി ചക്രവാണി, എന്താണ് ഇനി? പ്രത്യേകിച്ച് നമുക്കിങ്ങനൊരു അനുഭവം ഉണ്ടായി, 2008 പഴയകാല ദുരന്തത്തിൻ്റെ അനുഭവങ്ങളുണ്ട്. ഇതിനൊക്കെയുള്ള പശ്ചാത്തലത്തിൽ ഇനി നമ്മൾ എങ്ങനെയാണ് നീങ്ങേണ്ടത്? വളരെ ചുരുക്കി. ആദ്യമായിട്ട് എൻ്റെ സഹ പാനലിസ്റ്റുകൾ പറഞ്ഞ ഒരു കാര്യത്തിനോട് യോജിക്കാണ്ടിരിക്കാൻ നിവൃത്തിയില്ല. നമ്മൾ കുറേ ദുരന്തങ്ങൾ നമ്മൾ കണ്ടു കഴിഞ്ഞ 10 കൊല്ലം. പ്രളയമായിട്ടും അല്ലെങ്കിൽ വെള്ളപ്പൊക്കമായിട്ടും നീപ്പയായിട്ടും ഓഖി ഇതൊക്കെ ആയിട്ട്. പക്ഷേ അതിൽ
അന്നത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റവും ഇന്നത്തെ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് സിസ്റ്റവും തമ്മിൽ വലിയ വ്യത്യാസമൊന്നും ഞാൻ കാണുന്നില്ല ഗവൺമെൻറ് മെഷീനറി എന്നുള്ള നിലയിൽ. പക്ഷേ അവിടെ അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യം നേതൃത്വപരമായ ഒരു പങ്ക് വഹിച്ചതാണ്. നേതാവ് അല്ലെങ്കിൽ നേതൃത്വം എടുക്കുന്ന ഒരാൾ എത്രത്തോളം നന്നായിട്ട് കാര്യങ്ങളെ അപഗ്രഥിച്ച് എത്രത്തോളം നന്നായിട്ട് ചെയ്യാനുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കുന്നു അതിനനുസരിച്ച് തന്നെയാണ് ആ മെഷീനറി വർക്ക് ചെയ്യുന്നത്. അക്കാര്യത്തിൽ ഞാൻ ഇപ്പോഴത്തെ ഗവൺമെൻറ്റിനെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം ഇതിൻ്റെ ഡേറ്റ ഒന്നും എൻ്റെ കയ്യിലില്ല. അവർ നേതൃത്വപരമായ പങ്ക് വഹിച്ചോ ഇല്ലയെന്നൊന്നും ഞാൻ എൻ്റെ പാനലിസ്റ്റുകൾ പറഞ്ഞ മാതിരി പറയുന്നില്ല. പക്ഷേ അന്നത്തെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ എല്ലാ ഘട്ടത്തിലും ഈ ഡിസാസ്റ്ററിന് മുന്നിൽ നിന്നുകൊണ്ട് നമ്മളെ നയിച്ച ഒരു കാര്യം നമുക്ക് വിസ്മരിക്കാൻ പറ്റില്ല. അതിൽ നേതൃത്വപരമായ പങ്കുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതുകൊണ്ട് ഡിസാസ്റ്ററുകൾ ഇനിയും വരും, അതിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ അത് നേരത്തെ അറിയുകയും അതിനനുസരിച്ച് നമുക്ക് അതിൻ്റെ പ്രയോറിറ്റി, ഈ നേരത്തെ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, പ്രയോറിറ്റി ഫിക്സ് ചെയ്തിട്ട് ഗവൺമെൻറ് മെഷീനറി ചലനാത്മകമായി ചലിപ്പിക്കാൻ പറ്റിയാൽ ഒരു പരിധി വരെ ഇതിൻ്റെ ആഘാതം നമുക്ക് കുറയ്ക്കാൻ പറ്റും. അല്ലാണ്ട് വെതർ ഫോർകാസ്റ്റും അല്ലെങ്കിൽ വെതറിനോടനുബന്ധിച്ചിട്ടുള്ള ഫോർകാസ്റ്റുകൾക്കൊക്കെ അതിൻ്റേതായ ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിൻ്റെ ഉള്ളിൽ നിന്നുകൊണ്ട് നല്ല പങ്ക് അവർ വഹിക്കുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ തർക്കവുമില്ല. അതിൻ്റെ മുകളിൽ എങ്ങനെയാണ് ഒരു ഗവൺമെൻറ് മിഷണറി ആക്ട് ചെയ്യുന്നത് എന്നുള്ളതിന് ഉത്തമ ഉദാഹരണം നമുക്ക് മുമ്പിൽ തന്നെ ഉണ്ട്. പിൽക്കാലത്തേക്ക് അതിൽ നിന്നൊരു പാഠം ഉൾക്കൊണ്ടുകൊണ്ട് ഈ ഗവൺമെൻറ്റും ആ പ്രയോറിറ്റി, മനുഷ്യൻ്റെ ജീവനിൽ പ്രയോറിറ്റി ഫിക്സ് ചെയ്തുകൊണ്ട് എല്ലാ മുന്നൊരുക്കങ്ങളും നടത്തിക്കൊണ്ട് മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ഈ അവസരത്തിൽ അഭ്യർത്ഥിക്കാനുള്ളത്. തീർച്ചയായും. ശ്രീ എം ജയചന്ദ്രൻ, ഇവിടെ ടൂളെല്ലാം ഒന്നാണ്, മിഷനറി എല്ലാം സെയിമാണ്, പക്ഷേ അത് ഉപയോഗിക്കുന്നവരുടെ കയ്യിലെ പ്രശ്നങ്ങളാണ് നാം കാണുന്നത്. അത് വലതു നിരീക്ഷകനായാലും നിഷ്പക്ഷകനായ എക്സ്പേർട്ടിനായാലും മറ്റുള്ളവർക്കും ഒക്കെ തോന്നുന്നതിലേക്കും നീങ്ങുകയാണ്. കാരണം പ്രളയത്തിൻ്റെ ഒരു രീതിയും ഇല്ല ഇപ്പോൾ, പക്ഷേ അതിൻ്റെ ഒരു ചെറിയ സമാനതകൾ കാട്ടിയപ്പോൾ തന്നെ ആടി ഉലയുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി എന്ത് ചെയ്യും? ഇനിയുള്ള പ്രതിസന്ധികളെ എങ്ങനെ അതിജീവിക്കും? ഇങ്ങനെ ചോദ്യമാണ് മുമ്പോട്ട് വെക്കുന്നത്. അവിടെയാണ് ഈ ഹെലികോപ്റ്റർ യാത്രയുടെ നിരുത്തരവാദിത്വവും മറ്റുമൊക്കെ. നേരത്തെ തന്നെ നമുക്കറിയാം പല ദുരന്തമുണ്ടായി, അത് മണ്ണടിച്ച് കൂട്ടിയ പ്രശ്നമാണ്, അത് കമ്പനിയുടെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ ശ്രമിച്ചത്. അത് അവിടെ നിൽക്കുന്നതല്ല എന്നുള്ളതാണ് ഇപ്പോൾ ബോധ്യമാകുന്നത്. ശ്രീ ജയചന്ദ്രൻ. അജിംഷാദ്, ഇത് ശ്രീ രാജേന്ദ്രൻ പന്തളവും ശ്രീ രതീഷ് ചക്രപാണിയും ഞാനും ഒക്കെ നമ്മൾ വെറുതെ അങ്ങ് വിമർശിക്കുകയോ അല്ലെങ്കിൽ കാട്ടത്തെന്തെങ്കിലും പറയുകയോ ചെയ്യുകയോ അല്ല ചെയ്യുന്നത്. ഇത്ര ഒരു സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായി നമ്മൾ റീകളക്ട് ചെയ്യും. ആ മെമ്മറീസ് റീകളക്ട് ചെയ്യുമ്പോൾ നമ്മൾ സ്വാഭാവികമായി എത്തിച്ചേരുന്നത് 2018 തന്നെയാണ്. അന്നൊരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തു. വലിയ പ്രളയമുണ്ടായിട്ടും അതിനെ എങ്ങനെയാണ് നേരിടുക എന്ന് ഒരു ബെഞ്ച് മാർക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതവിടെ നിൽക്കുകയാണ്. സ്വാഭാവികമായും അത്തരം സന്ദർഭങ്ങൾ വരുമ്പോൾ റീകളക്ട് ചെയ്യുന്നത് അതല്ലേ ഉള്ളൂ, ആ ബെഞ്ച് മാർക്ക് നിൽക്കുകയല്ലേ. അപ്പോൾ അത് വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ അതിൻ്റെ ഒരു ഡോക്ടർ ചക്രവാണി വളരെ ശരിയായി തന്നെ പറഞ്ഞു, ആ നിലയിലേക്കൊന്നും കാണേണ്ട കാര്യമേ ഇല്ല തീവ്രതയിൽ. പക്ഷേ എന്നിട്ട് പോലും അലംഭാവം, അലക്ഷ്യം, ഉത്തരവാദിത്വമില്ലായ്മ, ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കാണിക്കുന്നത്? ജനങ്ങളിലെ പരിഭ്രാന്തരാകുന്നത്. നമ്മളവരെ പരിഭ്രാന്തരാക്കുന്നില്ല, നിങ്ങൾ പരിഭ്രാന്തരാകരുതെന്ന് ആവർത്തിച്ച് ഈ ചർച്ചയിലൂടെയും പറയുകയാണ്. പക്ഷേ സെറ്റ് ചെയ്ത ബെഞ്ച് മാർക്ക്, അതനുസരിച്ചുള്ള ഈ റിലീഫ് മെഷേഴ്സ് അതെങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത് നിലവിൽ ഭരണത്തിൽ ഇരിക്കുന്നവരാണ് ചെയ്യേണ്ടത് അജിംഷാദെ. അതിന് ഇപ്പോൾ ഈ VT ബൽറാമിൻ്റെ ഒരു പോസ്റ്റ് വന്നല്ലോ. ഇദ്ദേഹത്തിൻ്റെ ഇവിടെ നമ്മളിപ്പോൾ ചർച്ച ചെയ്തു പോയ ഈ ഹെലികോപ്റ്റർ യാത്രയുടെ വിമർശനം വന്നപ്പോൾ ബൽറാം പറയുകയാണ്, നിങ്ങളതിനെ എന്നെ ട്രോളേണ്ട കാര്യമൊന്നുമില്ല, അങ്ങനെ പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ പ്രതിപക്ഷം ആ വിമർശനം അഴിച്ചു വിടൂ, ഉന്നയിക്കൂ, എന്നിട്ട് ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കൂ. എത്ര വിചിത്രമായ വാദഗതിയാണെന്ന് നോക്കൂ. ഇങ്ങനെയൊക്കെയാണോ നേതാക്കൾ പറയേണ്ടത്? അങ്ങനെയാണോ? അദ്ദേഹം MLA അല്ലേ, യുവ MLA അല്ലേ? അദ്ദേഹം അങ്ങനെയാണ് പറയേണ്ടത്. പ്രതിപക്ഷം ഗവൺമെൻറ്റിനെ അക്കൗണ്ടബിൾ ആക്കിക്കോളാൻ, അല്ലാതെ ഗവൺമെൻറ് അല്ല ഉണ്ടാവും, അല്ല ഗവൺമെൻറ്റിന് അക്കൗണ്ടബിലിറ്റി വേണം എന്ന് നിശ്ചയിക്കുന്നത് ആരാണ്? അവർ തന്നെയാണ്. അപ്പോൾ അവിടെ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ ഞാൻ ആദ്യം സൂചിപ്പിച്ച ബെഞ്ച് മാർക്ക് സ്വാഭാവികമായും ആരും ഓർമ്മിച്ചു പോവും. ആ ഓർമ്മിക്കലാണ് ഇവിടെ നടത്തിയത്. അത് തന്നെയാണ് ഡോക്ടർ ചക്രവാണിയും ഇവിടെ അദ്ദേഹം ശരിയായി പറഞ്ഞത് തന്നെയല്ലേ. ഇവിടെ ഈ കൂട്ടായ്മയോ മുന്നണിയോ അല്ലെങ്കിൽ പാർട്ടിയോ അതിൻ്റെ നേതൃത്വത്തോ ഒന്നും വഴങ്ങാത്ത വിധം ഒറ്റയാൾ പോരാട്ടം എന്ന നിലയിൽ അങ്ങ് പോവുകയാണ്.
അതെന്നാൽ മികവിൻ്റേതാണെങ്കിൽ കുഴപ്പമില്ല, പക്ഷേ അബദ്ധത്തിൻ്റെയും നിരുത്തരവാദിത്വത്തിൻ്റെയും ഒക്കെ രീതിയിൽ. അപ്പോൾ ആ സി എമ്മിനെ നിങ്ങളെങ്കിലും ഒന്ന് പിടിച്ചു കെട്ടു എന്നായിരിക്കാം വി ടി ബൽറാം ഉദ്ദേശിച്ചത്. അതെ അതെ, പ്രതിപക്ഷത്തിന് ആ ജോലി അദ്ദേഹം പ്രതിപക്ഷം നിർവഹിച്ചോളൂ എന്ന് പറയുകയാണ്. പക്ഷേ ഇത്തരത്തിൽ നമ്മൾ ഒരു കെടുതിയുടെ മുമ്പ് നിൽക്കുമ്പോൾ, മഹാകെടുതിയൊന്നും ആയിട്ടില്ല, പക്ഷേ ജനങ്ങൾക്ക് പരിഭ്രാന്തിയുണ്ട്. ഇത് നാളെ അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ മാറുമായിരിക്കും എന്ന് ഡോക്ടർ ചക്രവാണി പറഞ്ഞത് അങ്ങേയറ്റം ആശ്വാസകരമായ ഒരു ഈ പ്രസ്താവന തന്നെയാണ്, അല്ലെങ്കിൽ അത് സ്റ്റേറ്റ്മെൻറ്റ് തന്നെയാണത്. അതങ്ങനെ തന്നെ ആവുകയും ചെയ്യട്ടെ. പക്ഷെ നിലവിൽ ഇത് ഓരോ ജില്ലകളിലും ഇത് ഇപ്പോൾ ആലപ്പുഴയ്ക്ക്, ഇന്ന് ഞാൻ ആലപ്പുഴയാണല്ലോ ഇരിക്കുന്നത്, ആലപ്പുഴയിൽ കളക്ടർ എന്ന് പറയുമായിരുന്നു ഇവിടെ ഏതാണ്ടൊരു 50 മില്ലിമീറ്ററൊക്കെ അടുത്തേ വന്നിട്ടുള്ളൂ. പക്ഷെ നാളെ അങ്ങനെയല്ല. കിഴക്കൻ വെള്ളം പത്തനംതിട്ടയിൽ നിന്നും കോട്ടയത്തു നിന്നും ഈവൻ ഇടുക്കിയിൽ നിന്ന് വരെയുള്ള വെള്ളം കുട്ടനാട്ടിൽ കൂടാണ് വഴി കടലിലേക്ക് പോകേണ്ടത്. അപ്പോൾ നാളെ വലിയ വെള്ളപ്പൊക്കമാണ് കുട്ടനാട്ടിൽ ഉണ്ടാകാൻ പോകുന്നത്. അതടക്കമുള്ള കാര്യങ്ങളുണ്ട്. എല്ലാ ജില്ലകളിലും ഇതുപോലെ സമാനമായ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ മുഖ്യമന്ത്രിയെ പോലുള്ള ഒരാൾ ഇങ്ങനെ മുഖം തിരിഞ്ഞ് അതൊക്കെ എൻ്റെ ഓഫീസിൽ നിന്ന് തരും എന്ന് അലക്ഷ്യമായി പറഞ്ഞു പോകുന്നതിനോട് മാനസികമായി യോജിക്കാൻ കഴിയില്ല. അതുകൊണ്ടാണ് അത് പറയേണ്ടി വരുന്നത്. അത്രേ ഉള്ളൂ. തീർച്ചയായും. എന്തായാലും സമയപരിധി കൊണ്ട് മറ്റതികളിലേക്ക് കൂടി എത്താനാകുന്നില്ല. പക്ഷേ പ്രകൃതി ഇനി കൂടുതൽ താണ്ഡവത്തോടുകൂടി, രൂക്ഷമായ താണ്ഡവത്തോടുകൂടി നൃത്തം ചെയ്യില്ല എന്ന പ്രതീക്ഷയാണ്. പക്ഷെ പ്രകൃതിയിൽ അങ്ങനെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ വളരെ മികവോടുകൂടി കൈകാര്യം ചെയ്തിരുന്ന ഒരു സർക്കാരിൽ നിന്ന് പുതിയ സർക്കാരിലേക്ക് എത്തുമ്പോഴുള്ള മാറ്റം അത് ജനങ്ങൾ അടയാളപ്പെടുത്തുന്നുണ്ട്. തിരുത്തണം, വലിയ രീതിയിൽ മെച്ചപ്പെടേണ്ടതുണ്ട്. ജനങ്ങളുടെ ജീവൻ്റെ വിഷയമാണ്, നാടിൻ്റെ സുരക്ഷയുടെ വിഷയമാണ് എന്നുള്ളതാണ് ചർച്ച ക്രോഡീകരിക്കുമ്പോൾ മനസ്സിലാക്കാനാകുന്നത്. ചർച്ചയിൽ പങ്കെടുത്തവർക്കൊക്കെ നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിയുടെ പൂർണ്ണമാവുകയാണ്.